السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد صلى الله عليه وسلم. أما بعد، فإن خير الحديث كتاب الله، وخير الهدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. وما أرسلنا من رسول إلا ليطاع بإذن الله. സൂറത്ത് നിസാ 64-ാമത്തെ വചനവും തൊട്ടടുത്ത വചനവും സാരാർത്ഥങ്ങളിലേക്ക് ചെറിയ വിഷയങ്ങളിലേക്ക് സ്വാഗതം. അക്കാര്യം നിർവഹിക്കുവാൻ സർവശക്തൻ നമുക്ക് സാധിച്ചു തരട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനക്കർഹനും അത്യുത്തമമായ നാമഗുണവിശേഷങ്ങളുടെ ഉന്മസ്തമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂചിജീവിച്ച് നരകായിൽ നിന്ന് അകറ്റപ്പെട്ട് വിചാരം കൂടാതെ തന്നെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊട്ടപ്പെടുന്ന ആ മഹാഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹമാറാകട്ടെ. ആമീൻ. അതിനായി വിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് കൂടി വായിച്ച് പഠിച്ച് തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും പഠിച്ചറിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണമായും വിട്ടു നിൽക്കാനായി ആവശ്യപ്പെട്ട ശിർക്കുകളിൽ നിന്നും ബിദ്അത്തിൽ നിന്നും മറ്റു ഹറാമായ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിന്നുകൊണ്ട് നിർബന്ധമായും ജീവിതത്തിൽ പാത്തിമാക്കാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർബന്ധമായും ജീവിതത്തിൽ പാത്തിമാക്കി സുന്നത്തായ കർമ്മം കഴിയുന്നത്ര ജീവിതത്തിൽ പാത്തിമാക്കി മാതൃകയായി ജീവിച്ച് അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് അല്ലാഹു തആല മുത്തഖീങ്ങളായ നമ്മൾ നിർദ്ദേശിക്കുന്നത്. അതൊരു വസിയ്യത്തായി നമ്മൾ കരുതുക, അള്ളാഹുവിൻ്റെ വസിയ്യത്തായി നമ്മൾ കരുതുക. നമ്മളെ വസിയ്യത്ത് നമ്മൾക്ക് മരിച്ചു പോകുമ്പോൾ നമ്മളെ സ്വന്തക്കാർക്കും ബന്ധു മിത്രാദികൾക്കും നമുക്ക് നൽകേണ്ട വസിയ്യത്തും അത് തന്നെ ആവണം. വലാ തമൂതുന വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകരുത് എന്ന് അല്ലാഹു തആല നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. മുസ്ലിം ആയിക്കൊണ്ട് തന്നെ മരണപ്പെട്ടു പോകാൻ നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങളാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി സഹാബിമാർ വന്നു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആദ്യമായി ഈമാൻ കാര്യമായിരുന്നു പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. ഈമാൻ കാര്യങ്ങൾ സുപ്രധാനമായ അള്ളാഹുവിൽ വിശ്വാസമാകുന്നു. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉ ബിഹാ. അള്ളാഹുവിന് നല്ലതായ നാമങ്ങളുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ വിളിക്കുക, പ്രാർത്ഥിക്കുക, ചോദിക്കുക. അത് മുൻനിർത്തിക്കൊണ്ട് അസ്മാകൾ നിർത്തിക്കൊണ്ട് നിശ്ചയം അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. 100 ഇല്ല വാഹന ഒന്നൊഴികെ. വ്യക്തമാക്കി ഉറപ്പിച്ച് പറയണം. നമ്മൾ നിർബന്ധമായും പറഞ്ഞിരിക്കേണ്ട 99 നാമങ്ങൾ. മനഃസാഹ, ആരെങ്കിലും കൃത്യപ്പെടുത്തുക, അർത്ഥം പറഞ്ഞുകൊണ്ട് മനസ്സിൽ ഉറപ്പിക്കുക, ക്ലിപ്തപ്പെടുത്തുക, ഉറപ്പിച്ചുകൊണ്ട് നിൽക്കുക. അത് അർത്ഥം പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ച് മനസ്സിലോട് ഉറപ്പിച്ച് നിൽക്കുക. അത് അള്ളാഹു മാത്രം വകച്ചു കൊടുക്കുക. മറ്റാർക്കും വകച്ചു കൊടുക്കാതെ, സെട്ടികൾക്കാർക്കും വകച്ചു കൊടുക്കാതെ അവിടെ തന്നെ ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് മറ്റുള്ള നിർബന്ധ കർമ്മങ്ങളൊക്കെ ജീവിതത്തിൽ പാത്മാക്കി ഹറാമായ കാര്യം വിട്ടുനിന്നുകൊണ്ട് അതുമായി ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹിൻ്റെ പ്രവാചകൻ ജീവിച്ചു കഴിഞ്ഞാൽ ഇന്ന് ദഹൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു, പ്രവേശിക്കുക തന്നെ ചെയ്യും എന്നുള്ള. അപ്പോൾ ആ കൂട്ടി നമ്മൾ ആവണം. അതിനായി നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധ ഖുർആൻ അർത്ഥത്തോടെ വായിച്ചു പഠിക്കണം. ഒന്നാമതായി അള്ളാഹു നമ്മോട് കൽപ്പിച്ചത് യഖ്റ, വായിച്ചു പഠിക്കുക. മനുഷ്യരെ, ആദ്യത്തെ സന്തതികളെ വായിച്ചു പഠിക്കുക എന്നുള്ള കൽപ്പന. യഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, ഒന്നാമത്തെ അവതരണം. നാഥൻ്റെ നാമത്തിൽ വായിച്ചു പഠിക്കുക. അവിടെയും നാമം വന്നു. അള്ളാഹുവിനെ പറ്റി പഠിച്ചറിയണമെങ്കിൽ അള്ളാഹുവിൻ്റെ നാമമാണ് നാം എന്ത് ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ പേര് ഒരാളെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹു ആരുടെ പേരാണോ പഠിച്ചറിയാറുള്ളത്, മനസ്സിൽ ചോദിക്കാറുള്ളത്, അഡ്രസ്സും കാര്യങ്ങളൊക്കെ.
അപ്പോൾ നാമവും നാമ വിശേഷങ്ങൾ പഠിച്ചറിയണം. എന്നിട്ട് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക. അത് അള്ളാഹുവിന് സമർപ്പിക്കുന്നതിന് പകരം അത് സൃഷ്ടികൾ സമർപ്പിക്കാതിരിക്കുക. അതാണ് നമ്മളെ പൂർവികന്മാർക്ക് പറ്റിയ അബദ്ധം. ഉലുദാത്തി ഹദ്ദാദുകളിലൂടെ എന്ത് ചെയ്തു, അള്ളാഹു വഴിയുള്ള സൃഷ്ടികളുടെ മഹാത്മ്യങ്ങൾ പറയുകയും അള്ളാഹുവിൻ്റെ നാമങ്ങളൊക്കെ തന്നെ അള്ളാഹു ഗുണവിശേഷങ്ങൾ സൃഷ്ടിക്ക് വകച്ചു കൊടുക്കുകയും ചെയ്തു. അള്ളാഹുവിനെ പറ്റി എന്ത് ചെയ്യില്ല, ഈമാൻകാർ പഠിച്ചു പോകുന്നല്ല, അള്ളാഹു വിശ്വാസന്മാർക്ക് വിശ്വാസം പഠിച്ചു പോകുന്നല്ലാതെ വിശദമായി അള്ളാഹുവിനെ പഠിച്ചറിഞ്ഞില്ല. അതുകൊണ്ടാണ് അപകടങ്ങൾ പറഞ്ഞ് കൽബിലുള്ള വസ്തുവിനെ പോലെ ഔലിയാക്കന്മാർ അറിയും. ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക ഔലിയാക്കന്മാരാണ് പോലെയുള്ള അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഒക്കെ തന്നെ വായിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേട് വന്നത്. അത്തരത്തിൽ ഗതികേട് വളരാതിരിക്കുവാൻ വേണ്ടി അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്ത് ചെയ്യുക, നമ്മളും പഠിച്ചറിയുക, വായിച്ചു പഠിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് മുസ്ലിമുകളോട് മാത്രമല്ല, ജനങ്ങളോട്, ആദമിൻ്റെ മക്കളോട് വായിച്ചു പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിക്കുന്നത്. ഓർക്കുക, അത് ഖബറിൽ ചോദിക്കണം, ആ ഇൽമുക ഇൽമെന്തായിരുന്നു ചോദിക്കും. ഖറഅതു കിതാബല്ലാഹ് ആമൻതു ബിഹി വസദ്ദഖ്തു ബിഹി, മറുപടി പറയണം. നിങ്ങൾ എപ്പോഴാണ് സ്വർഗ്ഗ കവാടം തുറന്നു വെച്ച് കിട്ടുന്നത്? അത് ഞാൻ ഖറഅതു കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ വായിച്ചു പഠിച്ചു. ആമൻതു ബിഹി, ഞാൻ വിശ്വസിച്ചു എന്ന് നമ്മൾ മറുപടി പറഞ്ഞെങ്കിൽ അർത്ഥത്തോട് വായിച്ചു പഠിക്കണം. വസദ്ദഖ്തു ബിഹി, സത്യമാക്കി എന്ന് പറഞ്ഞെങ്കിൽ ആ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് എപ്രകാരമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിന് വേണ്ടി ജീവിതം ചിട്ടപ്പെടുത്താൻ പഠിപ്പിച്ചു, അപ്രകാരം നമ്മൾ ജീവിതത്തിൽ ചിട്ടപ്പെടുത്തുകയും വേണം. എങ്കിലേ നമുക്ക് മുറിവ് പറയാൻ സാധിക്കുള്ളൂ. ആ മുറിവ് പറഞ്ഞാൽ സ്വർഗ്ഗ കവാടം തുറന്നു വെക്കും. ഉടനെ തന്നെ ഖിയാമത്താളുണ്ടായെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു പോകും. ഒരു സുന്ദര ചെറുപ്പക്കാരനായ ഒരാൾ വന്ന് പറയും സന്തോഷത്തോടു കൂടിയ ഖബറിൽ നമ്മൾ സമാധാനപ്പെടുത്തും. നീ ആരാൻ ചോദിക്കും, അത് നിന്റെ സ്വാലിഹ അമലാണെന്ന് പറയും. സമാധാനമായി ഉറങ്ങിക്കോ എന്ന് പറയും. ഉറങ്ങി ഒന്ന് എഴുന്നേക്കുന്ന സമയം കൊണ്ട് നമ്മൾ പരലോകത്ത് ഹാജരാക്കപ്പെടുകയാണ്. അവിടെയും നമ്മുടെ അമലിൻ്റെ പല 4 ചോദ്യങ്ങളെ കുറിച്ച് പ്രധാനമാണ്. കാര്യം ഇൽമു കൊണ്ട് നീ എന്ത് ചെയ്തു എന്ന് ആയിരുന്നു ആണ്. ആ കാര്യം ഇൽമിന് പരിശുദ്ധ ഖുർആനും അത് സഫീറായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും മാത്രമാവുന്നു. അല്ലാത്ത ഹദീസുകളൊന്നും നമുക്ക് എന്തല്ല സ്വീകാര്യമല്ല. ആ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു, ഈ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു, ഈ തഫ്സീൽ ഇങ്ങനെ പറഞ്ഞു, ആ സഹാബി എങ്ങനെ പറഞ്ഞു, ഇതൊന്നും എന്തല്ല അള്ളാഹ് റസൂൽ പറഞ്ഞിട്ടാണോ പറയുന്നത് സ്വീകരിക്കാം? ഇല്ലേ, അള്ളാഹ് റസൂൽ പറഞ്ഞാണോ ഇൽമ്? ഇൽമ് അള്ളാഹു ആണ് നമുക്ക് നൽകേണ്ടത്. ആർക്ക് അള്ളാഹു ഇൽമ് നൽകിയോ അവനെന്ത് ചെയ്തു, ധാരാളം നന്മ നൽകിയെന്ന് പറഞ്ഞത്. അപ്പൊ ഇൽമ് എന്ത് ചെയ്യണം, അള്ളാഹു നിന്നാണ് നാം സ്വീകരിക്കേണ്ടത്. ആരിലൂടെ ആവാം, അതിൻ്റെ മുസ്ലിങ്ങളും ഒക്കെ തന്നെ ഇൽമ് കിട്ടിയേക്കാം. പക്ഷെ അവരെയൊന്നും നമ്മൾ പിൻപറ്റേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമാണ് പിൻപറ്റേണ്ടത്. ആരിൽ നിന്നും നമുക്ക് ഇൽമ് കിട്ടുവാനുമില്ല. അപ്പൊ അള്ളാഹു വഹി മുഖേന അറിയിച്ചു കൊടുത്തതാണ്. ഇനി യൂത്തിയത്തിൽ ഖുർആൻ മുസ്ലിമാകും, എനിക്ക് വിശുദ്ധ ഖുർആനും അത്ര തന്നെ വേറെയും അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്. അതാണ് ഖുർആനും ഹദീസുകളും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നിർത്തിക്കൊണ്ട് ഖുർആൻ മാത്രം ബോധി കഴിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഹാസ നടത്താനോ പ്രവാചകന്മാരോട് പാപം തേടുവാനോ ഒന്ന് ആയത്ത് ഓതിയാൽ അത് നമുക്ക് സ്വീകാര്യമല്ല എന്ന് പറയണം. ഈ ആയത്തുകൾ ഓതി കേൾപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർ മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഹാസ നടത്തിയോ വഫാത്തായ പ്രവാചകനോട് പാപം നേടിയോ അള്ളാഹു വഴിയുള്ളവർക്ക് നേർച്ചകൾ അർപ്പിച്ചോ ചോദിക്കണം. നമ്മൾ അള്ളാഹു താല പഠിപ്പിക്കുന്ന ഓരോ അമലുകൾക്കും അത് ഷർത്തും ഫർളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന. അതുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കൾ ഇസ്തിഹാസ നടത്തേണ്ട ഷർത്ത് എന്ത്, വഫാത്തായ പ്രവാചകനോട് പാപം നേടേണ്ട ഷർത്ത് എന്ത്, ഫർള് എന്ത് ചോദിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നേർച്ചകൾ അർപ്പിക്കേണ്ടത് നേർച്ചകൾ അർപ്പിക്കേണ്ട ഷർത്ത് എന്ത് ഫർള് വെച്ചാൽ പണ്ഡിത ഗോയന്മാരെന്ന് പറയും ബബ്ബ എന്നാണ്. അപ്പം മനസ്സിലാക്കുക, വിശ്വാസം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതാണ് വിദ്യാർത്ഥി. ഷർറുൽ ഉമൂർ, ഒരു കാര്യം ഷർറായ കാര്യം പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യങ്ങളാവുന്നു. ആ പുതുതായി നിർമ്മിച്ചുള്ള കാര്യങ്ങളിലൂടെയാണ് ശരിക്കും എത്തിപ്പെടുന്നത്. അത് ഓർക്കുക. അപ്പോൾ വിശ്വാസം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ വാർത്തമാക്കിയാൽ ഭയപ്പെടേണ്ടത് ശരിക്കും എത്തിപ്പെടും. എല്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളും ശരിക്കും എത്തിപ്പെടും എന്ന് പറയുന്നില്ല. പക്ഷേ വിദ്യാർത്ഥികൾ വിശ്വാസം പഠിപ്പിച്ച് സ്വർഗത്തേക്ക് കടക്കാൻ ആവശ്യമായ ഒരു കാര്യം വിശ്വാസം പഠിപ്പിക്കാതെ വിട്ട് കളഞ്ഞിട്ടില്ല. അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ ആവശ്യമായ ഒരു കാര്യം ഞാൻ വിട്ട് കളഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു? വിശ്വാസം പറയുകയുണ്ടായി. ഈ പൂർത്തിയൊക്കെ തന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ പൂർത്തിയൊക്കെ തന്നെ ദീനുള്ളതായിരിക്കണം നമ്മൾ ജീവിതത്തിൽ വാർത്തമാക്കേണ്ടത്. അതിനെന്തില്ല, മറ്റു മഹാന്മാരുടെ സഹായം ചെയ്യുവാനോ ഫാത്തായ പ്രവാചകനോട് പാപം നേടാനോ അള്ളാഹുവിലുള്ള നേർച്ച അർപ്പിക്കാനോ ഇല്ല. കാരണം അതൊക്കെ ആരാധന ആവുന്നു. ആരാധന അള്ളാഹു മാത്രമാകുന്നു. അതാണ് സ്വയം പഠിപ്പിച്ചെന്നുള്ളത്. അള്ളാഹുവിലുള്ളവർക്ക് ആരാധന പഠിപ്പിച്ചാൽ അതാണ് ശരിക്കും.
അള്ളാഹുവില്ല ആരാധന മറ്റാരുമില്ല. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമാണ്. അള്ളാഹുവിനുള്ളവർക്ക് ആരാധന അർപ്പിച്ചാൽ ശരിക്കും വരും. മരണപ്പെട്ടാൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ശരിക്കല്ലാത്ത മഹാപാപങ്ങൾ എന്ത് തന്നെ ചെയ്താലും ശരി, ഒന്നുകിൽ അള്ളാഹുദ പുറത്തു വരും, അല്ലെങ്കിൽ അത്രയും നാള് നരകത്തിലേക്ക് ശേഷം അവസാനമെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കും. ആ സ്വർഗപ്രവേശനം തടസ്സമാവുന്ന ഒരു കാര്യമാണ് ശിർക്ക്. ആ ശിർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. ആരാധനകൾ അള്ളാഹുവിന് സമർപ്പിക്കുക, അതാണ് തൗഹീദ്. അതിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് നേർച്ചകളോ പ്രാർത്ഥനയോ പാപമോ നേട്ടങ്ങളോ സൃഷ്ടികൾക്ക് ആയിപ്പോയാൽ ആരായും ശരി, വിശ്വാസം ആയാൽ പോലും ശരി, അത് ശരിക്കും വരും. എന്തെങ്കിലും ഒരു കാര്യം ശരിക്കും ഒരു മരണപ്പെട്ട ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മാത്രവുമല്ല, വിശ്വാസം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നല്ലത് എന്നുള്ളത് നമ്മൾ ചെയ്താൽ അതാണ് ബിദഅത്ത്. ബിദഅത്തുകൾ ധാരാളം ബിദഅത്തുകളുണ്ട്. മരിച്ച വീട്ടിൽ ഖുർആൻ പാരായണം നടത്തുക നല്ല കാര്യമല്ലേ തോന്നും. മരിച്ചു കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുക നല്ല കാര്യമല്ലേ തോന്നും. പക്ഷെ വിശ്വാസം അറിയില്ല. എന്നപോലെ തന്നെ സ്കരിച്ചതിന് ശേഷം ഇമാമും കൈ ഉയർത്തുന്നു, പ്രാർത്ഥിക്കുന്നു, മമ്മിങ്ങൾ ആത്മീയ പറയും, അള്ളാഹിനോട് പറയുന്നത് നരകത്തിന്റെ രക്ഷയും ചോദിക്കുന്നു, സ്വർഗ്ഗമാണ് ചോദിക്കുന്നത് കരുതുക. പക്ഷെ അതൊക്കെ വിശ്വാസം ശരിയില്ല. എത്ര വർഷക്കാലം, 10 വർഷത്തോളം വിശ്വാസം മദീന ജീവിതത്തിൽ ഇമാമായി നിസ്കരിച്ചിട്ടുണ്ട്. ഒറ്റ നമസ്കാരം ശേഷം വിശ്വാസമ്മ കൈയുയർത്തിയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടില്ല. മാമിയും പറഞ്ഞിട്ടുമില്ല. പറയാത്ത കാര്യം നമ്മൾ നല്ല നിലയിൽ ചെയ്താൽ അതാണ് വിദ്യാർത്ഥി. വിദ്യാർത്ഥി ചെയ്താൽ സാഹിബ് വിദ്യാർത്ഥി സബ്സുമാലാ കമ്മകാർ വിദ്യാർത്ഥി ചെയ്യുന്നവരുടെ നിന്നും ഒരു ഫർള സുന്നത്തായ അമലും അല്ല സ്വീകരിക്കൂലാന്ന്. നിസ്കാരം, നമ്മൾ നോമ്പ്, ഹജ്ജ്, സക്കാത്ത് ഒന്നും അല്ല സ്വീകരിക്കൂലാന്ന്. നമ്മൾ വിദേഹത്തിൽ നിന്ന് വിട്ടു നിൽക്കാതിരുന്നാൽ ഇതുവരെ ആകും, അത് ഉപേക്ഷിക്കുന്ന കാര്യം. അപ്പോൾ വിദേഹത്തിൽ നിന്ന് വിട്ട് നിൽക്കാത്ത വിട്ടാലുള്ള ഗൗരവം മാത്രമല്ല, വിദേഹത്തിൽ നമ്മൾ ചെയ്തു പോയാൽ വന്നു പോയാൽ അത് എന്താവുന്നു, ശരിക്കും എത്തിപ്പെടുകയും ചെയ്യും. എന്താണ് വിദേഹത്തെ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗ്ഗമില്ലാത്ത, സാഹിബന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കാത്ത, നബി സാഹിബ് ഉപയോഗിച്ച മാർഗം അതാണ് നാം സ്വീകരിക്കേണ്ടത്. നബി സ്വല്ലല്ലാഹു പറയുണ്ടായി, പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിയും. എൻ്റെ സമൂഹം എന്ന് പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം എന്ന് പറഞ്ഞാൽ നമസ്കരിച്ച് കൈകാലുകൾ വെളുത്തുവരായി കൊണ്ട് ഹാജരാക്കപ്പെടുക. നമസ്കരിച്ചിരുന്നവർ എന്ത് ഉണ്ടാക്കി നമസ്കരിച്ചിരുന്നവർ 73 പിരിയുന്ന പറയുന്നത്. അത് ഒന്ന് മാത്രമാണ് സ്വർഗത്തിൽ, ബാക്കി 3 നരകത്തിലാണ്. അതാണ് ചോദിച്ചപ്പോൾ അലൈഹി സാഹിബി, ഞാൻ എൻ്റെ സാഹിബത്ത് ചെയ്തൊരു മാർഗ്ഗം ആ മാർഗ്ഗം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരത്തോട് സാഹിബന്മാർ പ്രവർത്തിച്ച നബി സ്വല്ലല്ലാഹു കൽപ്പനകളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ആയ കാര്യങ്ങൾ ഖൗലി ഫീൽ സക്കരിയ, ഇതാണ് നബിശരിയ. ഇതിൽപ്പെട്ട ഒരു കാര്യമായിരിക്കണം നാം പ്രവർത്തിക്കേണ്ടത്. അതാണ് മുൻമാതൃകയുള്ള കാര്യങ്ങൾ, അതാണ് നബിശരികൾ. മുൻമാതൃക ഇല്ലാത്ത കാര്യങ്ങൾ അതേതോ നല്ല നിലയ്ക്ക് നമ്മൾ ചെയ്താൽ അതാണ് വിദ്യാർത്ഥികൾ. ഇപ്പോൾ ഒരു പ്രാർത്ഥന സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് 21 മുതൽ. അതേപോലെ തന്നെ 22 അന്ന് വൈദാനത്തെ ഹാജരാക്കിക്കൊണ്ട് നബിയെ ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, പാപം മുറിത്തേണ്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാപം മോചനം തേടാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ശരിക്കും വിദാത്തുമാകുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തില് ഇത്തികാഫിരിക്കാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിനോട് എന്ത് ചെയ്യുക, കേൾച്ച് മടങ്ങിക്കുക. പ്രതിബന്ധങ്ങളുള്ളവർ വീട്ടിൽ എന്ത് ചെയ്യുക, വെച്ച് തന്നെ ചെയ്യുക. അള്ളാഹു ഏത് അവസ്ഥയും ശുദ്ധിയുള്ളപ്പോൾ അശുദ്ധിയുള്ളപ്പോഴൊക്കെ തന്നെ അള്ളാഹുവിനോട് എന്ത് ചെയ്യാം, ദുആകൾ നടത്തി പ്രാർത്ഥിക്കാം. മൈതാനത്ത് ഹാജരാക്കിയിട്ട് അവിടുന്ന് നബീനോട് പാപം തേടാനോ അതേപോലെ തന്നെ അള്ളാഹു മരിച്ചവരോട് പ്രാർത്ഥിക്കാനോ അള്ളാഹ് പഠിപ്പിച്ചില്ല, റസൂൽ പഠിപ്പിച്ചില്ല. അപ്പോൾ പഠിപ്പിച്ചാത്ത കാര്യങ്ങൾ ജീവിതമാക്കുക എന്നുള്ളത് എന്താവുന്നു, അത് അമ്പിച്ച തെറ്റാവുന്നു. അതിന് ഖുർആനിൽ നിന്നൊരു ആയത്തെ ഓതി കൽപ്പിച്ചുകൊണ്ടാണ് അവരെ ഇന്ന് ജനങ്ങളെ വളച്ചു കൊടുക്കാറുള്ളത്. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പശുവ മഹാത്മാക്കളോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയിരുന്നോ, സാഹിബിനെ തേടിയിരുന്നോ, വഫാത്തായ പ്രവാചകനോട് പാപം നേടിയിരുന്നോ നമ്മൾ ചോദിച്ചു നോക്കണം. അപ്പോൾ അവർക്ക് ഇല്ല ബബ എന്നാണ് പറയാ പണ്ഡിത പണ്ഡിതന്മാർ. മുജാഹിദാണല്ലേ ഞെട്ടിച്ച് ഒച്ചമ്പുഴി ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, തെളിവില്ലാത്തൊരു കാര്യം നമ്മൾ അനുഷ്ഠിക്കേണ്ടതില്ല. നമ്മൾ ഓരോരു ഒറ്റക്കൊറ്റക്കാണ് അല്ലാഹു തആല ചോദ്യം ചെയ്യപ്പെടുക. ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. വളരെ ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കേണ്ടത്. വിദഅത്തിലൂടെയാണ് ശരിക്കും എത്തിപ്പെടുന്നത്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് വിദഅത്തിൽ പോകാൻ പാടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷിൽ വന്ന് സാഹിബന്മാർ ഖുർആൻ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇമാംകാരെ പഠിപ്പിച്ചു കൊടുക്കും, നാമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. പിന്നീട് എന്ത് ചെയ്യുന്നു, 10 ആയത്തുകൾ പഠിപ്പിച്ചു കൊടുക്കും. ആ 10 ആയത്ത് കൊണ്ട് എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് എന്നും കൂടി പഠിപ്പിച്ചു കൊടുത്തിട്ടായിരുന്നു 10 ആയത്തുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഖുർആൻ അവർ പഠിച്ചത്. അങ്ങനെ ഈ മനുഷ്യ മഹാത്മാവ് ഇസ്ലാം നടത്താനോ അപ്പാതായ പ്രവാചകന്മാരുടെ പാപം നേടുവാനോ
സഹാബിയന്മാർക്ക് നിമിഷമായി പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ നമ്മൾ നല്ലത് ചെയ്ത് പാത്രം വയ്ക്കാൻ അത് ശരിക്കും എത്തിപ്പെടുന്ന മഹാപാപമായ വിധേയത്തിലൂടെ നമ്മൾ കഴിഞ്ഞുകൂടേണ്ടി വരും. അതുകൊണ്ട് വിധേയത്തിൽ വിട്ടുന്നുകൊണ്ട് വിട്ടാൽ ശരിക്കും എത്തിപ്പെടുകയില്ല. ആ കാരണത്താൽ എന്ത് ചെയ്യുക, നമ്മൾ ഗൗരവത്തോടു കൂടി പറയാറുണ്ട്, ഷർറൂർ നല്ല കാര്യങ്ങൾ ഷർറായ കാര്യം പുതിയ നിർമ്മിച്ചുണ്ടാക്കുന്നതാണ്. അപ്പം നബി സ്വാമിയുടെ മാതൃക ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിച്ചുകൂടാ. എപ്പോഴും ഏത് കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നബി സ്വാമി മാതൃകപ്പെട്ട കാര്യമായിരിക്കും പ്രവർത്തിക്കേണ്ടത്. ആ കാര്യം എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ പഠിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വഴിച്ചു പോകും. മറ്റുള്ളവർ ആരെയും പണ്ഡിതന്മാരെ ഏത് സംഘടന ഏത് നേതാക്കന്മാരെയും പിൻപറ്റിക്കൂടാ. കാരണം ഓരോരുത്തരും ഓരോ ഉദ്ദേശങ്ങളുണ്ട്. നമ്മൾ സാധാരണക്കാരായ ആളുകൾ നമ്മൾ ഖുർആൻ പഠിച്ചേ പറ്റുള്ളൂ. ഈ ക്ലാസ്സുകൾ ഈ പ്രസംഗങ്ങളൊക്കെ തന്നെ സാധാരണക്കാർക്ക് വേണ്ടി സ്വന്തക്കാർക്ക് ബന്ധക്കാർക്ക് നൽകുന്നതാണ്. പണ്ഡിതന്മാരല്ല, നമ്മളാരും പണ്ഡിതന്മാരല്ല. നമ്മളൊക്കെ അറിഞ്ഞ അനുസരിച്ചുകൊണ്ട് പഠിച്ചറിഞ്ഞുകൊണ്ട് ഖുർആൻ പഠിച്ചറിഞ്ഞുകൊണ്ട് ആ കാര്യം എന്ത് ചെയ്യുന്നു മറ്റൊരു പഠിപ്പിച്ചു കൊടുക്കാൻ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്ലാസ്സുകൾ ഇവിടെ എല്ലാ ദിവസങ്ങളിലും ഈ ശബ്ദങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അള്ളാ. അതുകൊണ്ട് പണ്ഡിതർ മുതൽ വേറെ സങ്കടക്കാരനും ഏതാ പണ്ഡിതന്മാർക്കും വേറെ വിരുദ്ധോദ്ദേശങ്ങളുണ്ടാവും. നമ്മൾ ഇതിൻ്റെ സംഘടന കാര്യമേ പറയുന്നില്ല. ആര് തന്നെ തെറ്റ് ചെയ്താൽ ശരി, എല്ലാവർക്കും സംഘടന ഉണ്ടാവും, ആയിക്കോട്ടെ, അവരവരുടെ സംഘടന അവർക്ക് ഉണ്ടായിക്കോട്ടെ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ആ സംഘടന നിന്നുകൊണ്ട് തന്നെ ദീൻ എന്ത് ചെയ്യണം, നമ്മൾ നന്നാക്കണം. നമ്മളെ ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കാണ് അള്ളാഹു ചോദ്യം ചെയ്യുക. ആറ് ഭയപ്പെടാം, അവർ നമ്മൾ ഒറ്റക്കാരും പരലോകത്ത് ഒറ്റക്കായിരിക്കും. മാതാപിതാക്കൾ ഹാജരാക്കപ്പെടും എവിടെ, പരലോകത്ത്. അപ്പോൾ അവർക്ക് മാതാപിതാക്കൾ എന്താ പറയാൻ പോകേണ്ടത്, അവരെല്ലാം കുറ്റവാളികളാണെങ്കിൽ എൻ്റെ മക്കളെ നരകത്തിട്ടുകാണ്ട് എനിക്ക് അതിൽ നിന്ന് മോചനം കൊണ്ടുറപ്പേ, എനിക്ക് വേറിട്ടാളെ ഭാര്യ ഭർത്താവിന് ഇടാൻ വേണ്ടി പറയും, ഭർത്താവ് ഭാര്യയെ ഇടാൻ വേണ്ടി പറയും. സൂറത്ത് സാലിസായിൽ ഏതെങ്കിലും വചനം വായിച്ചു നോക്കുക. കുറ്റവാളികളായി നമ്മൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാകട്ടെ. നമ്മൾ പരസ്പരം ഇതിന് ആരൊക്കെയാണ് നരകത്തിട്ട് കണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ അതൊക്കെ നമ്മൾ പറഞ്ഞു നോക്കും അള്ളാഹിൻ്റെ മുമ്പിൽ. ഒരു രക്ഷയുമില്ല. നമ്മൾ ചെയ്ത അമൽ കൊണ്ട് മാത്രമേ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ആ കാര്യം നമ്മൾ ഓർക്കുക. കൂട്ടമായി നരകത്തിൽ ഇടുമ്പോൾ മലക്കിന് കാക്കും, മലക്ക് ചോദിക്കണം, എത്തിക്കൊണ്ടീർ നിങ്ങൾക്ക് പ്രവാചകന്മാർ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം അവിടെ വന്നിട്ട് അത് വന്നിരുന്നു, ഞങ്ങൾ പ്രവാചകരെ അനുസരിച്ച് ഞങ്ങൾ കളവാക്കി, അത് ജീവൻ ചിട്ടപ്പെടുത്തിയില്ല, ഞങ്ങൾ പണ്ഡിതന്മാരെ പിൻപറ്റി അവരെ ഞങ്ങൾ വഴിപ്പിച്ചു എന്ന് പറഞ്ഞ കാര്യമല്ല. അവരെന്ത് ചെയ്യുന്നു, നരകത്തിട്ട് ചരിക്ക് കരിക്കപ്പെടുമ്പോൾ അത് കേൾച്ച് പറയും, ഞങ്ങൾ നേതാക്കന്മാരെയും മഹാന്മാരെ പിൻപറ്റി അവരെ ഞങ്ങൾ വഴിപിടിച്ചു പോയി എന്നൊക്കെ അവിടെ വെച്ച് പറയും. പറയും കൂട്ടം നരകത്തിലിടുമ്പോൾ ഈ കൂട്ടരൊക്കെ തന്നെ ഈ ഖുർആൻ വർജിക്കപ്പെട്ടു എന്ന് സങ്കടപ്പെടുകയാണ്. സൂറത്തുൽ ഫുർഖാൻ ഓതിക്ക് നമുക്ക് ആ ഭാഗം കാണാം. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞു പോയ ചരിത്രങ്ങൾ, വരാൻ പോകുന്ന ചരിത്രങ്ങളൊക്കെ തന്നെ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം, അർത്ഥത്തോട് വായിച്ചു പഠിക്കണം. ശരീരപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് ജീവിതത്തിൽ പ്രാർത്ഥ്യമാക്കണം. അല്ലാത്ത കാര്യങ്ങൾ അത് ദ്വാ സമ്മേളനമാകട്ടെ, പ്രാർത്ഥനാ സമ്മേളനങ്ങളാകട്ടെ, എന്ത് പേരിൽ ആരെന്ത് മൂലൂതാതെ റാത്തീവാട്ടെ, അള്ളാഹു ഒഴിയുള്ളവരോട് രക്ഷാപിച്ചുകൊണ്ട് അവരുടെ പാപം നേടിക്കൊണ്ട് അവർക്ക് നടച്ചർപ്പിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ തന്നെ പഠിക്കാത്ത കാര്യങ്ങളാണ്, വിദ്യാർത്ഥിയാണ്. ഇത്തരം വിദ്യാർത്ഥിയിലൂടെയാണ് ശരിക്കും എത്തിപ്പെടുന്നത്. അപ്പം അത്തരം കാര്യങ്ങൾ അനാചാരം കൊണ്ട് യഥാർത്ഥ വിശ്വാസ ആചാരങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്ഥലക്കാരത്തെ കാര്യം ക്ഷണിക്കണം. ഒന്നാമതായി നാം നന്നാവണം, എങ്കിലല്ലേ മറ്റുള്ള നമുക്ക് നന്നാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പരിശ്രമമാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഓതിയ ചായത്തിന് അർത്ഥം ഒഴിഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ഹദീസിൻ്റെ അർത്ഥം പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇذനില്ലാഹ്. വമാ അർസൽനാ, നാം അയച്ചിട്ടില്ല, മിൻ റസൂലിൻ, ഒരൊറ്റ പ്രവാചകനെയും, ഇല്ലാ ലിയുതാഅ ബിഇذനില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുപ്രകാരം ഉത്തരവ് പ്രകാരം അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെ. ഓരോ പ്രവാചകന്മാരും എന്ത് ചെയ്യുന്നു, ഫത്തഖുല്ലാഹു വഅതീഉനി, നോക്കാൻ സൂക്ഷിക്കുക, എന്നെ പിൻപറ്റുക. ഓരോ പ്രവാചകന്മാരും എന്ത് ചെയ്ത് ഈ ലോകത്തോട് പറഞ്ഞതാണ്. അപ്പം അനുസരിപ്പിക്കുക, പ്രവാചകനെ പിൻപറ്റി ജീവിക്കുക. മിസാംഫുൽ ജമൽ, കടിഞ്ഞാൻ ഒട്ടകത്തെ പോലെ,
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലാണ് നമ്മൾ കഴിഞ്ഞാണ്. നമ്മൾ അപ്പുറത്ത് പുറത്ത് നരകമാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നരകത്തിൽ വീഴാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഇടയിലൂടെ, പ്രയാസകരമായ വഴിയിലൂടെ വലിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ, ശിർക്കിലേക്ക് വിദഅത്തിലേക്ക് വിട്ടാൽ, ഹറാമിലേക്ക് വീണുപോയാൽ നമ്മൾ എന്ത് ചെയ്തു? കഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അത് കഷ്ടപ്പെടാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ മുമ്പിൽ സ്വർഗമാണ്, സ്വർഗത്തിലേക്ക് വലിച്ചു പോയി. നമ്മളെ കടിഞ്ഞാണുകളൊക്കെ തന്നെ സ്വയം കയ്യിലാണ്. അങ്ങനെ ആയിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റംഫൽ ജബൽ കടിഞ്ഞാണ് പോലെ ആയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? നാം കണ്ണടച്ച് പിൻപറ്റി ജീവിക്കണം. അമ്മാവാപ്പന്മാരെയോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെയോ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരെയോ ദീൻ്റെ വിഷയത്തിൽ ഇവന് ഹറാമായ ഉപായം ആദ്യം തന്നെ പറഞ്ഞാലും ശരി അനുസരിക്കേണ്ടതില്ല. അമ്മാവാപ്പന്മാരെ അനുസരിക്കണം. ഒന്നാമത്തെ കൽപ്പന അള്ളാഹുവിനെ ആരാധിക്കണം. രണ്ടാമത്തെ കൽപ്പന അമ്മാവാപ്പന്മാർക്ക് നന്മ ചെയ്യണം. പക്ഷെ അമ്മാവാപ്പന്മാർ ഹറാമായ കാര്യം പറഞ്ഞാൽ, ശിർക്കായ കാര്യം പറഞ്ഞാൽ അനുസരിക്കേണ്ട, ഭർത്താവിനെ അനുസരിക്കേണ്ട, പണ്ഡിതന്മാരെ അനുസരിക്കേണ്ട, അള്ളാഹ് പറഞ്ഞതിന് വിപരീതമായി, അള്ളാഹ് റസൂൽ പറഞ്ഞ വിപരീതമായി ആര് പറഞ്ഞാലും നേതാക്കന്മാരെ അനുസരിക്കേണ്ട. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം പിൻപറ്റി ജീവിക്കേണ്ടത്. എങ്കിലേ നമുക്ക് വിജയമുള്ളൂ. അതിനാണ് എല്ലാ പ്രവാചകന്മാരും അയച്ചിട്ട് ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റണം. അതാണ് ഷഹാദത്ത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ്. മനസ്സ വാച കർമ്മണ സ്വീകരിച്ചിരിക്കുന്നു. ആ സ്വീകരണത്തിൽ എന്ത് ചെയ്യണം? ശരിയായിരിക്കണം നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനം. അപ്പോഴാണ് ഷഹാദത്ത് കാത്തു സൂക്ഷിക്കുന്നവരാവുക. അപ്പോൾ ഒമാർസന അള്ളാഹു തആല നാം അയച്ചിട്ടില്ല റസൂലിൻ, ഒരു പ്രവാചകനെ അയച്ചില്ല, ഇല്ല അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം അനുസരിപ്പിക്കുവാൻ വേണ്ടിയല്ലാതെ. കാര്യങ്ങളൊക്കെ തന്നെ അള്ളാഹു തആല എന്ത് ചെയ്യുന്നു? ഉത്തരവ് പ്രകാരമാണ് അള്ളാഹു തആല പ്രവാചകന്മാരെ അയക്കുന്നത്, അവർക്ക് സന്ദേശം നൽകുന്നത്, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്, എല്ലാം അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരമാണ്. ജനങ്ങളെ പ്രബോധനം ചെയ്യിപ്പിക്കുന്നത്, ചെയ്യുന്നതൊക്കെ അള്ളാഹുവിൻ്റെ അറിവോടും ഉത്തരവും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം, അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം മാത്രം, കൽപ്പന പ്രകാരമാവുന്നു. ഓരോ അന്നഹും യളമു, നിശ്ചയമായും അവർ അക്രമവർത്തി സമ്മതം, തെറ്റുകുറ്റങ്ങൾ ചെയ്ത സന്ദർഭത്തിൽ അംഫുസുഹും അവർ തന്നെ സ്വന്തത്തോടെ ജാഊക തങ്ങളുടെ അടുത്ത് വരികയും ഫസ്തഗ്ഫിറുല്ലാഹ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും, വസ്തഗ്ഫർ ലഹും റസൂല അവർക്ക് വേണ്ടി അള്ളാഹു തആല പാവം തേടുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബ് റഹീമ, നിശ്ചയമായും അള്ളാഹുവിനെ തൗബ ചെയ്യിക്കുന്നു, കരുണാനിധിയുമായി കാണാം. ഇതിന് പിന്നെ ചെറിയൊരു ചരിത്ര സംഭവങ്ങളുണ്ട്. ഈ ആയത്താണ് വെച്ച് മഹാത്മാക്കൾ ഇസ്തിഹാസ നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തായ പ്രവാചകന് പാപം തേടാൻ വേണ്ടി സമസ്തക്കാർ ഓതാറുണ്ട്. ഈ ആയത്തിന്റെ അടിസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാപം തേടുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിബിനെ പഠിപ്പിച്ചില്ല. അള്ളാഹ് അല്ലാതെ ആരാ പാപം കൊടുക്കുക എന്നാ ഖുർആൻ ചോദിച്ചു. ഇല്ല, നീയല്ല പാപം കൊടുക്കൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് മാത്രമാണ് പാപം തേടിയത്. സാഹിബ് വരുമ്പോൾ അള്ളാഹുവിന് മാത്രമാണ് പാപം തേടിയത്. കാരണം പാപം കൊടുക്കുന്ന അള്ളാഹുവാണ്, അള്ളാഹു എല്ലാം പാപം കൊടുക്കുന്നതിനില്ല. അതിന് ഇബാദത്താണ്. ഇബാദത്ത് അള്ളാഹു ഒഴിയൊക്കെ സംബന്ധിച്ചാൽ ശരിക്കും വരും. അല്ലാഹു ആയാലും ശരി, അള്ളാഹു ഒഴിയ മുഴുവൻ സൃഷ്ടികളാണല്ലോ, അള്ളാഹു ഒഴിയ മണ്ണിവിടെ ഇല്ലല്ലോ, മുഴുവൻ അള്ളാഹ് സൃഷ്ടിച്ചുണ്ടാക്കിയതല്ലേ. അങ്ങനെ ചിന്തിച്ചാൽ പോലെ നമുക്ക്. അപ്പം നബിയെ പുറത്തിരട്ടെ എന്ന് നബിനോട് പ്രാർത്ഥന ചെയ്താൽ ശരിക്കും അകപ്പെട്ടു പോകും. അള്ളാഹു നബിയെ പുറത്തേടമേ വസ്തഗ്ഫിറൂഹു, അവനോട് പാപം തേടുക. ഖുർആൻ നമുക്ക് പരിശോധിച്ച് നോക്കി നമുക്ക് കാണാം. അള്ളാഹുവിനോട് പാപം തേടുക. അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവേ ഞാനോട് പാപം തേടുന്നു. അങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹുവിനോടായിരിക്കും പാപം തേടേണ്ടത്. അല്ലാഹ് ഒഴിയോട് പാപം തേടിയാൽ ശരിക്കും വരും. എന്നാൽ ദുനിയാവിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും ചെയ്തു ചീത്ത പറഞ്ഞു അടിച്ചു ഇടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പോയി എന്ത് ചെയ്യണം? മാഫാവിന് ചോദിക്കണം. അത് പാപം ഇജ്ജ് അള്ളാഹുവിനോട് എന്നിട്ട് അവരോട് പറയണം, ഇന്ന് മാഫാക്കാൻ ഞാൻ പറഞ്ഞു ചെയ്തു പോയി, നീ ഇടപാടുകൾ തീർത്ത് ഇജ്ജ് അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ പൊറുക്കൽ തേടണം എന്ന് അവരോട് ആവശ്യപ്പെടാം. അതെന്താകുന്നു എന്നാൽ മനുഷ്യന് ശേഷം ചെന്ന് കബറിൽ പോയി പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിത കാര്യങ്ങൾ തന്നെ എന്നല്ലാതെ വിശ്വാസം ജീവിച്ച കാര്യത്തിൽ വിശ്വാസമയോട് ധാരാളം എന്ത് ചെയ്യുന്നു? മുനാഫിക്കീങ്ങളും അതേപോലത്തെ കാഫിരീങ്ങളും മുസ്ലിങ്ങളൊക്കെ ആയി കാലഘട്ടത്തെ ഖുർആൻ എതിർത്തിരുന്നു, വിശ്വാസം ആക്ഷേപിച്ചിരുന്നു, ഉപദ്രവിച്ചിരുന്നു. അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി വിശ്വാസമയോട് എന്ത് ചെയ്തു? മാപ്പിളി ചോദിക്കുകയും അങ്ങനെ പുറത്തു കൊടുക്കുകയും വിശ്വാസം അവർക്ക് വേണ്ടി പാവം തേടുകയും ചെയ്തു. അങ്ങനെ അവർക്ക് പാപമൊക്കെ പുറത്ത് സാഹിബ് അവരുടെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. അതേ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഈ വിശ്വാസം വഫാത്ത് ചെയ്ത് മരിച്ചതിന് ശേഷം പിന്നെയും എന്ത് ചെയ്യുക? ഒരു സാഹിബിമാരും വിശ്വാസത്തിൻ്റെ കബറിന് പോയിട്ട് പാമ്പ് നേടിയിട്ടില്ല. അള്ളാഹു പഠിപ്പിച്ചതില്ല, അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ്. പത്തം കാര്യം ചെയ്തു പോയാൽ അല്ലാഹു വിദാത്താണ്, ശരിക്കത്ത് മഹാപാപ്പാണ്, സ്വത്ത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എന്തായാലും ഇതിന് പിന്നാലെ ഉണ്ടായത് ഒരു അൻസാരിയിൽപ്പെട്ട ഒരാളും
ഒരു യഹൂദിയും പരസ്പരം എന്ത് ചെയ്തു, ശണ്ട കൂടി. അങ്ങനെ യഹൂദി പറഞ്ഞു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോകാം എന്നിട്ട് തീരുമാനത്തിന് എന്ന് പറഞ്ഞപ്പോൾ ഈ അൻസാരി പറഞ്ഞു ഇല്ല, നമുക്ക് എന്ത് ചെയ്യാം, യഹൂദ പണ്ഡിതരെടുത്ത് പോകാം എന്ന് പറഞ്ഞു. അത് വിഷയമാണ്. അങ്ങനെ എന്ത് ചെയ്തു, യഹൂദ പണ്ഡിതരെടുത്ത് പോവുകയുണ്ടായത്. അതിൻ്റെ അത് എന്തായി, അത് തെറ്റായിപ്പോയി, അപകടമായിപ്പോയി എന്ന നിലക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ പരിഹാരം നിശ്ചയിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ തീരുമാനപ്രകാരം കാര്യം അവർ ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനെ വിശ്വാസിക്കുന്ന അവർക്ക് വേണ്ടി പാപവും ചെടിയാൽ അത് പാപം പൊക്കുമായിരുന്നു എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു വ്യക്തമാക്കിയതെന്ന്. പത്രം സമാനമായ കാര്യങ്ങൾ ശേഷം ശേഷം ഇവിടെ പലപ്പോഴും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരോട് പോയി ആരാണ് ശണ്ട കൂടി, ആരാണ് പരസ്പരം അങ്ങനെയും കാര്യങ്ങളൊക്കെ ഉണ്ടായി, മറ്റൊരാളോട് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ മധ്യസ്ഥനോട് പറഞ്ഞ് മധ്യസ്ഥൻ തീരുമാനപ്രകാരം എന്ത് ചെയ്യണം, കാര്യങ്ങൾ ദീനിയായ നിലക്ക് നല്ല നിലക്ക് പറഞ്ഞു തീർക്കുക. എന്ത് ചെയ്യുക, എല്ലാവരും കൂടി അല്ലാഹുവിന്റെ പാപം തേടിയാൽ ചെയ്യുന്നു, പാപം പുറത്തു കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാലും മരിച്ചു കഴിഞ്ഞ ശേഷം കാബറിന് പോയിട്ടോ പൂർത്തിയായ സംഘം പറഞ്ഞപ്പോൾ കാര്യമില്ല, അത് നിരീക്ഷയിൽ പെട്ടതല്ല. ഈ ആഴ്ച അടിസ്ഥാനത്തിൽ വിശ്വാസം സാഹചര്യം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, സാഹചര്യം പരിചയമല്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് വേണ്ട, സമ്മേളനമോ പ്രാർത്ഥന സമ്മേളനം നടത്തി ജനങ്ങളിൽ സമ്പത്ത് ചെയ്യാൻ പറ്റൂല, വാങ്ങാൻ പറ്റൂല. കാരണം ഖുർആൻകാർ എടുത്തിരിക്കുന്നുണ്ട്, ധാരാളം പണ്ഡിതന്മാർ ജനങ്ങൾ സമ്പത്തുകൾ അന്യായമാക്കുകയും യഥാർത്ഥ മാർഗം തെറ്റിച്ച് കളയുകയും ചെയ്യുന്നു. ആ ചതിയിൽ പെടരുത് എന്നുള്ള എനിക്കാണ് ഖുർആൻ ഉദ്ധരിക്കുന്നത്. ക്രിസ്ത്യാനി കാലത്ത് തങ്ങളുടെ പണ്ഡിതന്മാരുണ്ടായിരുന്നു. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻഗാമികളും അത്തരത്തിലുള്ള ഉണ്ടാകും, സൂക്ഷിക്കണം. അതിനുവേണ്ടിയാണ് ഈ ആ കാര്യങ്ങൾ ഖുർആൻ ഉദ്ധരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, അത്തരത്തിൽ വിട്ടു നിൽക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ ഇത്ര അർത്ഥം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ولو أنهم يظلموا أنهم يظلموا إذ ظلموا أكرموا رزقنا يظلموا أنفسهم അവരോട് തന്നെ പരസ്പരം ശണ്ട കൂടിയത് അവരോട് തന്നെ അക്രമമാണല്ലോ. ജാവുക പ്രവാചകരെ, താങ്കളടുത്ത് വരികയും അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് പാപം തേടുക, നബിയോടല്ല പാപം തേടുന്നത്. എന്ത് അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിന് പാപം തേടുകയും വസ്തഗ്ഫിർ ലഹും റസൂൽ, അവർക്ക് വേണ്ടി റസൂലും പാപവും തേടുകയും അള്ളാഹുവേ പുറത്തു കൊടുക്കണമേ റസൂലും തേടുക. അത് റസൂലിനോട് പറയാ, കാര്യങ്ങൾ പറയാ, തീരുമാനം എടുത്തവരും പ്രകാരം ചെയ്യുക. അള്ളാഹുവിനോട് പാപം നേടുക, അവരും അള്ളാഹുവിനോട് പാപം നേടുക, വിശ്വാസം അള്ളാഹുവിനോട് പാപം നേടുക, അവർക്ക് പുറത്തു കൊടുക്കണമേ എന്ന് ശുപാർശ ചെയ്യുക. നല്ല കാര്യങ്ങളാണ് കിട്ടുകയും ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദ്വാരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ജീവിതകാലത്ത് കേട്ടോ, മനുഷ്യശേഷമല്ല. വസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹു പാപം നേടും. വസ്തഗ്ഫിർ ലഹും റസൂൽ, അവർക്ക് അള്ളാഹു പാപം നേടും ചെയ്താൽ അള്ളാഹുവിനെ കണ്ടെത്താം. തൗവാബൻ റഹിമ, ധാരാളമായി തൗബ, പശ്ചാത്താപം, ഖേദം സ്വീകരിച്ച് ഉള്ളവരെ അങ്ങനെ പറയുകയുള്ളൂ. റഹിമാക്കളെ അങ്ങനെ കണ്ടെത്താൻ സാധിക്കും. അള്ളാഹു തആല വളരെയധികം പാപം കൊടുക്കുന്നു, കരുണയുമാണ്. ധാരാളമായി പാപം പൊറുക്കുന്നു, കരുണയുമാകുന്നു. റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കാര്യത്തിൽ നിന്ന് നിരാശരാൻ പാടില്ല വിശ്വാസികളെ. ഇന്നല്ലാഹു യഗ്ഫിറു ജമീഅ, എല്ലാ പാപങ്ങൾക്കും അള്ളാഹു പുറത്തും ശരിക്കും ആ ഹസ്കാള ഏറ്റവും മഹാപാപങ്ങളെ മറ്റെല്ലാ പാപങ്ങളെയും താഴെയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് നെയ്യും മനസ്സറിഞ്ഞ് കേഴിച്ച് മടങ്ങി ആത്മാർത്ഥമായി ഒറ്റയ്ക്ക് ഏതാണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹുതആല തൗബ ചെയ്താൽ കേഴിച്ച് മടങ്ങി ഇനി ഞാൻ മേടിച്ചിരിക്കില്ല എന്നുള്ളതാണ്. ഞാൻ ചെയ്ത് ഉറച്ച് തൗബ ചെയ്ത് അള്ളാഹു പ്രാർത്ഥിച്ച അള്ളാഹുതആല പാപങ്ങളൊക്കെ പുറത്തു വരും. നമുക്കറിയില്ലേ ആരൊക്കെയാണ് അബൂഹുറൈറയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരൊക്കെ നമുക്കറിയില്ലേ, മൂഹത്തബ് ആരായിരുന്നു നമുക്കറിയില്ലേ. അവർക്കൊക്കെ സ്വർഗം കൊണ്ട് അള്ളാഹുതആല എൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചു. അവർക്കൊക്കെ പുറത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യാത്ത തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിരുന്നു. ആ കാലഘട്ടം ജാഹിലിയ കാലഘട്ട സാഹിബിമാർക്ക് അവർക്കൊക്കെ അവർ കേസ് മടങ്ങി ചെയ്യൂല എന്ന് ആ തെറ്റുകുറ്റങ്ങൾ പോകാതെ ജീവിച്ചപ്പോൾ അവർക്കൊക്കെ അല്ലാഹു എന്നല്ലേ നമ്മൾ അവരെ പറ്റി പറയുന്നത്. അങ്ങനെ നമുക്കും എന്ത് ചെയ്യുന്നു, അള്ളാഹു പുറത്തു വരും. എല്ലാ പാപങ്ങളും സമാധാനം സ്വീകരിക്കുക. അതോടുകൂടി എന്ത് ചെയ്യുന്നു, വിശ്വാസം ശരീരം പിൻവലിച്ച് ജീവിച്ചാൽ പിന്നെ എന്ത് ചെയ്യും, തങ്ങന്മാരെടുത്തോ മൂല്യന്മാരെടുത്തോ കബറിങ്ങിലോ അല്ലതേപോലെ തന്നെ ഔലിയാക്കന്മാരോ മുരീറാത്തിന് പിന്നാലെ പോകാതിരുന്നാൽ അള്ളാഹുവെ രക്ഷിക്കുന്ന അള്ളാഹു ഇതാക്കുന്നത്. ഹസ്ബി അള്ളാഹ്, എനിക്ക് അള്ളാഹ് മതി. അവക്കല് കെട്ടാനോ നാല് വെള്ളം കുടിച്ചാനോ ഒന്നും നമുക്ക് പോകാതെ ഒക്കെ ചെയ്യാം. ശവനം നോക്കാനോ ഒന്ന് വീഴ്ചയിലേക്ക് പോകാതെ സൂക്ഷ്മതയോടെ ജീവിച്ചാൽ പിന്നീട് എന്ത് ചെയ്യുന്നു,
നമുക്ക് ഒരിക്കലും ആ നേർമാർഗത്തിൽ ജീവിച്ചാൽ സ്വയം ജീവിതത്തിൽ ഒരിക്കലും വഴി തെറ്റില്ല. നമുക്ക് എല്ലാ പാവങ്ങളും എന്ത് തന്നെ പാവം ചെയ്താൽ നമ്മൾ പുറത്തു വരും. അവർക്കൊക്കെ പുറത്തു വരും, നമുക്കും അള്ളാഹുത്തിന് പുറത്തു വരും. ആ ലോകമാണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. നമ്മൾ എന്ത് ചെയ്തു? അവരൊക്കെ മരിച്ചുപോയി, പക്ഷെ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു? ജീവിച്ചിരിക്കുന്നവരാണ്. അപ്പൊ ആ അള്ളാഹു ഒരിക്കലും മരിക്കില്ല. ആ അള്ളാഹു പുറത്തു വരും. ആ വിശ്വാസത്തോടുകൂടി ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹു തീരുമാനട്ടെ. ഫലാ റബ്ബിക, നീ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുനൂന, ആ വിശ്വാസികളാവില്ല. ആരോട് പറഞ്ഞു? അള്ളാഹു നിമിഷമായി പറയുന്നു. റബ്ബൻ തന്നെ സത്യം, ലാ യുനൂന, വിശ്വാസികളാവില്ല. പ്രവാചകരെ ആര്? അത്തഹ്കുമുക, പ്രവാചകരെ താങ്കൾ വിധികർത്താവ് സ്വീകരിക്കുന്നവരെ ഫീമാ ശജറ ബൈനഹും, അവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ, അഭിപ്രായ വ്യത്യാസം കാണുന്ന കാര്യങ്ങൾ വിധികർത്തായി നിമിഷമേ സ്വീകരിക്കണം. അവരെന്ത് ചെയ്ത്? അൻസാരി എന്ത് പറഞ്ഞു? നമ്മൾ ജൂതനെടുത്ത് പോകാമെന്ന് പറഞ്ഞു, ജൂത വണ്ടിയിൽ എടുത്ത് പോകാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ജൂതൻ എന്തേ പറഞ്ഞു? യഹൂദി എന്തേ പറഞ്ഞു? നമുക്ക് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ആശാരി സ്വീകരിച്ചില്ല. അവന് മനസ്സിൽ വക്രത ഉണ്ട്. അവൻ എന്ത് ചെയ്യുന്നു? ജൂത പണ്ഡിതൻ്റെ അടുത്ത് പോയി കണ്ട് ആണ് ആ ഒരു കാര്യം തീരുമാനിക്കപ്പെട്ടത്. അതേ വിജയിച്ചുകൊണ്ടാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. ശരി, ഏതായാലും ശരി, അത് അങ്ങനെയാണ് ശരി, അല്ലെങ്കിൽ ശരി. അള്ളാഹു ഏതൊരു വിഷയത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും, മുസ്ലിമുകളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും ശരിയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടെത്തേണ്ടത്. അതുപ്രകാരമാണ് നാം തീരുമാനിക്കേണ്ടത്. ഖുർആനും ഹദീസും മുൻനിർത്തിയായിരിക്കണം നമ്മുടെ അനൈക്യം തീർക്കേണ്ടത്. അതല്ലാതെ അന്യരിലേക്ക് പോയി കഴിഞ്ഞാൽ, താവൂത്തുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശക്തികളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നീതി കിട്ടുകയില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അങ്ങനെ പോയാൽ മാത്രമല്ല യഥാർത്ഥ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, വിശ്വാസിയായി പോകും എന്നുള്ളതാണ് അള്ളാഹു തആല സത്യം പറയാം. പല റബ്ബൻ തന്നെ സത്യം, ലായുന, വിശ്വാസികളാവില്ല. ആരാലും ശരി, അത്തഹ്കുമുക, താങ്കൾ വിധികർത്താവായി സ്വീകരിക്കുന്നവരേക്കും ഫീമാ ശജറ ബൈനഹും, അവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ വിധികർത്താവായി വിശ്വാസത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും സ്വീകരിക്കുക. മാതാം റസൂൽ ബഹുദൂസും കൊണ്ടുവന്നത് സ്വീകരിക്കുക. മനാഹും വന്നു വിരോധിച്ചത് വിട്ടുനിൽക്കുക. അപ്പൊ സത്യാസത്യ വിവേചനം പരിശുദ്ധ ഖുർആൻ അത് നമ്മൾ ആവശ്യമുണ്ട്. തഫ്സീറുടെ ഹദീസുമുണ്ട്. ആ ഖുർആൻ ഹദീസും എന്താ വിഷയത്തിൽ ഉള്ള വിധി അതാണ് സ്വീകരിക്കേണ്ടത്. ഇല്ലാതെ മറ്റൊരു വിധിയിലേക്ക് പോയാൽ, കാരണന്മാരിലേക്ക് പോയാൽ, നാട്ടുപള്ളിയിലേക്ക് പോയാൽ, കോളേജിലേക്ക് പോയാൽ, ഖുർആൻ ഹദീസ് അനുവദിക്കാത്ത, ഖുർആൻ അംഗീകരിക്കാത്ത ഏത് വേദിയിൽ പോയാലും ശരി, എന്ത് ചെയ്യുന്നു? അത് അവൻ അവിശ്വാസിയായി തീരും. അവന് യഥാർത്ഥ വിശ്വാസി അല്ല എന്നാണ് ആര് പറയുന്നത്? അല്ലാഹു തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഫലാ റബ്ബിക, എന്നാൽ ഇല്ല, റബ്ബിന്റെ സത്യം, ലായുനോ, വിശ്വാസിയാകില്ല, ഇല്ല, വിശ്വാസിയാവുകയില്ല. ഹത്താഹിക്കുമുക, പ്രവാചകർ താങ്കൾ വിധികർത്താവായി സ്വീകരിക്കുന്നവരെ ശജറ ബൈനഹും, അവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ തീരുമാനത്തിൽ ഒരു പ്രയാസം, മനസ്സിന് പ്രയാസം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ചിലപ്പോൾ നമുക്ക് ലാഭം നഷ്ടം എന്തെങ്കിലും ആയിട്ടുണ്ടാവും. നമ്മൾ ഉദ്ദേശിച്ചമാതിരി ആവില്ല എങ്കിൽ കൂടിയിട്ട് ഫീ അൻഫുസിഹിം ഹറജൻ, ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടാകാൻ പാടില്ല. താങ്കൾ വിധിച്ച് വിധി, ഖുർആൻ അനുസരിച്ച് ഹദീസ് അനുസരിച്ചുള്ള വിധി ആ വിധികർത്താവ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പ്രയാസം ഉണ്ടായാൽ ഇഷ്ടപ്പെടാതിരുന്നാൽ മുഅ്മിനല്ല എന്നാ പറഞ്ഞത്. അങ്ങോട്ട് പോകാതിരുന്നാലും മുഅ്മിനല്ല. അത് ഇട്ടെറിഞ്ഞുകൊണ്ട് വേറെ ഏതെങ്കിലും നാട്ടു പ്രമാണികളുടെ അടുത്തേക്ക് അല്ലെങ്കിൽ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഖുർആൻ ഹദീസിനും തള്ളിക്കൊണ്ട് അള്ളാഹുവിൻ്റെയും അള്ളാഹു റസൂലിൻ്റെയും വിധി തള്ളിക്കൊണ്ട് താവൂത്തി വിധിയിലേക്ക് പോയാൽ, ദുശക്തികളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താവുന്നു? അവന് വിശ്വാസിയല്ല, യഥാർത്ഥ ഇസ്ലാം തെറ്റിപ്പോകും എന്നാണ് അള്ളാഹുത്തെ വ്യക്തമാക്കുന്നത്. ഇസ്ലിമു തസ്ലീമ. അപ്പോൾ എന്താ അങ്ങനെ അള്ളാഹു അങ്ങനെ പോകാതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനും ഹദീസിലേക്കും അഭിപ്രായ വ്യത്യാസം കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അള്ളാഹു എന്ത് പറഞ്ഞു, റസൂൽ എന്ത് പറഞ്ഞു പരിശോധിച്ചറിഞ്ഞുകൊണ്ട് സ്വലമിയുടെ ചര്യ റസൂലെ പറയാത്ത ആരും അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചുവോ അങ്ങനെ അള്ളാഹുവിനെ അനുസരിച്ചു. അപ്പം സ്വയം ചര്യ അതാണല്ലോ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ എന്താവുന്നു? അത് കൽപ്പനകളാവുന്നു, വിശ്വാസിക്കാനുള്ളതാവുന്നു, കർമ്മത്തിൽ പാത്തിമാക്കിയ ചര്യകളാവുന്നു. അപ്പോൾ സത്യാസത്യ വിവേചന ഗ്രന്ഥം അതാണ് പരിശുദ്ധ ഖുർആൻ. ഈമാൻ കാര്യങ്ങളെ പറഞ്ഞത് ഖുർആൻ അനുസരിച്ച് ചര്യയില്ലാതെ നമുക്ക് എന്ത് ചെയ്തുകൂടാ?
മറ്റൊരു തഫ്സീറുകളിൽ പിന്നാലെ പോയി ആ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു, ഈ പണ്ഡിതൻ പറഞ്ഞ ഖുർആൻ മാത്രം ഒതുക്കേൽപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക ശരിയിൽ പറയാതെ ഒരു കാര്യങ്ങളും നമുക്ക് സ്വീകരിച്ചുകൂടാ. കാരണം അത് വിശ്വസിക്കുവാനുള്ള ഖുർആന്, കാരണം പ്രവർത്തിക്കുവാൻ എന്താണുള്ളത്? ഇസ്ലാമിക ചര്യകളാണ്. അയാളുടെ ഹദീസ് കിതാബുള്ള വർത്തമാനം വെച്ചിട്ട് ഉപദേശങ്ങൾ വെച്ച് നല്ല വർത്തമാനം അള്ളാഹു വർത്തമാനം ഹദീ അത് റസൂലുള്ളാഹി ചര്യകൾ ശക്തമായ ചര്യയാണ്. അപ്പം നമുക്ക് ചര്യയിൽ ജീവിതത്തിൽ പാഠ്യമാക്കേണ്ടത് എന്താവുന്നു? ഖുർആൻ അനുസരിച്ച് എപ്രകാരമാണ് വിശ്വാസം തിരിച്ചു വന്നിട്ടുള്ളത് ആ വിധി ഹദീസുകളിലുണ്ട്. വിശ്വാസം എന്ത് ചെയ്യുന്നു? വഫാത്തായി പോയെങ്കിലും ഖുർആനും ഹദീസും എന്ത് അള്ളാഹുവിനെ അവതരിപ്പിച്ച് അതിന് കാത്തു സൂക്ഷിക്കുന്നു നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഖുർആനും ഹദീസും അനുസരിച്ചുള്ള വിധിയായിരിക്കും സ്വീകരിക്കേണ്ടത്. അല്ലാത്ത വിധികളൊക്കെ എന്ത് ചെയ്യണം? തള്ളിക്കളയണം. ഈ ആയത്തിൻ്റെ വിഷയങ്ങളെ പോയിക്കൊണ്ട് സൂറത്തുൽ നിസാ ഈ ആയത്തിൻ്റെ വിഷയങ്ങൾ പോയിക്കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചറിയണം. ധാരാളം വിഷയങ്ങൾ നൽകിയിട്ടുണ്ട്. മുമ്പും ഒക്കെ തന്നെ ഖുർആൻ മാത്രം മുഴുവൻ പഠിച്ചറിയുകൊണ്ട് ഖുർആൻ അനുസരിച്ച് എപ്രകാരമാണ് സ്വഭാവം പഠിപ്പിച്ചത് കാര്യങ്ങൾ ജീവിതത്തിൽ പാട്ടുവെച്ചിരിക്കുന്ന ഉത്തമന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു മഴവ് തെറ്റിയായിരിക്കുമാകട്ടെ. ഇൻഷാ അല്ലാഹ് ആ സംബന്ധിച്ച ചെറിയ ഹദീസ് പറഞ്ഞു അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുമിനു അഹദുകും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജീതു. നിങ്ങൾ ഒരുവൻ എൻ്റെ ഇഷ്ടം, ഇച്ഛ, ആഗ്രഹം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതിനെ അത് നബിചര്യയെ അനുകരിച്ചു കൊണ്ടാകുന്നവരെ, അത് പറ്റുന്നവരെ അവൻ വിശ്വാസിയായിരിക്കുകയില്ല. ഖുർആൻ പറഞ്ഞ അതേ കാര്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നിനെ ആവർത്തിച്ച് പറയുന്നത്. അഹദുക്കും നിങ്ങൾ വേറെ വിശ്വാസിയാവില്ല ഹത്താ യകൂന ആകുന്നവരെ ഹവാഹു അനിഷ്ടം മരിച്ച തബഅൻ ലിമാ ജീതു ഞാൻ കൊണ്ടുവന്നത് വിശ്വാസം കൊണ്ടുവന്നത് അത് ഇഷ്ടപ്പെടുക. അതെന്ത് ഇഷ്ടപ്പെടുന്ന വരെ അത് ഇഷ്ടപ്പെടാതെ ഇഷ്ടറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പോയാൽ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ നേതാക്കളെടുത്ത് പോയാൽ അത് നാട്ടുപ്രമാണികളെടുത്ത് പോയാൽ ഖുർആൻ ഇട്ടെറിഞ്ഞു ശരി വിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? യഥാർത്ഥ വിശ്വാസിയല്ല എന്നാ പറഞ്ഞത്. ഇത് മാത്രമല്ല, എനിക്ക് ജീവിതചര്യകളൊക്കെ തന്നെ ഇവിടെ ചര്യകൾ അതായിരിക്കും ജീവിതത്തിൽ പാഠമാക്കേണ്ടത്. സമസ്തക്കാർ പ്രമേയം എഴുതി പാസ്സാക്കിയിട്ടുണ്ട്. ഇയാൾക്ക് അനാവശ്യം വർഷമായി ചെയ്തു വരുന്നു, ഇപ്പോൾ ചെയ്തു വരുന്നതുമായ താഴെ പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അത് ജായിസാവുന്നു, അനുവദനീയമാകുന്നു. പൂർവികന വാപ്പമാർ ചെയ്തു പോകുന്നതാണ്. ഖുർആൻ അതിൽ യാതൊരു തെളിവ് നൽകിയിട്ടില്ല. ഇതിൻ്റെ തെളിവ് ഇയാൾക്ക് മുസ്ലിം അനേക വർഷമായി ചെയ്തു പോകുന്നു എന്നാണ് അവരെന്ത് ചെയ്യുന്നു? സമസ്തയിൽ എന്ന സംഘടന ഉണ്ടാക്കിയ പ്രമേയാണത്. അത് സമസ്ത ഉണ്ടായത് ഓർക്കണം. 921 ഐക്യസംഘം ഉണ്ടായത്. 924 എന്ത് ചെയ്തു? കേരള ജമിഅത്തുൽ ഉലമ KJU രജിസ്റ്റർ ചെയ്തു. അങ്ങനെ 926 വരെ ഒറ്റ സംഘടന ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. സമസ്തയില്ല, മുജാഹിദും ഇല്ല, മറ്റൊരു സംഘടനയില്ല. ഒറ്റ സംഘടന, ഐക്യസംഘം. ഖുർആനും ഹദീസും പ്രമേയമായി കൊണ്ടായിരുന്നു ജീവിച്ചു പോകുന്നത്, പ്രബോധനം ചെയ്ത്. അങ്ങനെ നോക്കുമ്പോൾ മൗലൂദ് റാത്തീബ് ഇതിനൊന്നും തെളിവില്ല എന്ന് കണ്ടപ്പോൾ ഈ സമസ്ത പെട്ട പണ്ഡിതന്മാർ എന്ത് ചെയ്ത് ഇറങ്ങിപ്പോന്ന് മറ്റൊരു സംഘടന രൂപീകരിച്ചു. സമസ്ത കേരള ജമിഅത്തുൽ ഉലമ, കേരള ജമിഅത്തുൽ ഉലമ അതിൻ്റെ ഒരു എസ് ഇട്ട് കൊടുത്തു. അപ്പോൾ സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന പേരിലൊരു സംഘടന 926 രജിസ്റ്റർ ചെയ്യും. അങ്ങനെ അതിൻ്റെ പ്രമേയമായി അവരെന്ത് ചെയ്യുന്നു? അവർ 6ാം സമ്മേളനത്തിലും 50ാം സമ്മേളനത്തിലും 70ാം സമ്മേളനത്തിലും ആവർത്തിച്ചത് എന്ത് ചെയ്തു? പ്രഖ്യാപിക്കുകയും ചെയ്തു. കേരളത്തിലെ മുസ്ലിമുകൾ അനേകം വർഷമായി ചെയ്തു വരുന്നു, ഇപ്പോൾ ചെയ്തു വരുന്നതുമായ താഴെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാന്മാരോട് സഹായപ്പെടുത്തിക്കുക എന്നതും വഫാത്തായ പ്രവാചകനോട് ഭാവം നേടുന്നതും മൗലൂദും റാത്തീബും അദാദും കുത്തുവയ്ത്തും 31 അനാചാരങ്ങൾ എഴുതിയുണ്ടാക്കിയിട്ട് ഇത് മതാനുഷ്ഠാനങ്ങളാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എതിരില്ലാതെ എന്ത് ചെയ്തു? കമ്മിറ്റി കൂടി പാസ്സാക്കേണ്ടത് ഖുർആൻ ഹദീസ് തെളിവുകളൊന്നും കൊടുത്തിട്ടില്ല. ആ പ്രമേയത്തിൽ തന്നെയാണ് ഇപ്പോൾ അവരുടെ അവരെന്ത് ചെയ്തു? മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല അവരുടെ സുവനീറുകളിൽ പ്രസിദ്ധീകരിച്ചു. ഇപ്പോഴും എന്ത് ചെയ്യുന്നു? ആ പ്രമേയം നമുക്ക് കിട്ടുന്നതാണ്. ആ ഓർക്കുക, ആ പ്രമേയം പഠിച്ചറിയൽ നല്ലതാണ്. ഇൻഷാ അല്ലാഹ് ഒരുപോലെ ഞാൻ ആ പ്രമേയം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സമസ്ത എന്നാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അള്ളാഹു പഠിപ്പിക്കാത്ത ചില നിയമനിർദ്ദേശങ്ങൾ ഇതിൻ്റെ ജായിസാണെന്ന് പറഞ്ഞാൽ അതിന് പിന്നാലെ പോയാൽ നമ്മളെന്തല്ല
എന്നിട്ട് വെച്ചുപോയ മഹാന്മാർ സഹായം ചോദിച്ചാൽ ഫാത്തായ പ്രവാചകനോട് പാപം നേടിയാൽ മതിയങ്ങളെ രക്ഷിക്കണേ മുതിച്ചേക്കാക്കണേ മുത്തനബിന്റെ പേരിൽ എന്നോട് പാപം തേടിയാൽ മനുഷ്യർക്ക് നേർച്ചകൾ ലഭിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും യഥാർത്ഥ വിശ്വാസികൾ അല്ലാതെ പോകും. അതാണ് അള്ളാഹു താലിയും അള്ളാഹു റസൂലും പഠിപ്പിച്ചു തരുന്നത്. അത്തരം അപകടത്തിൽ പെടാതിരിക്കുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ ഹദീസ് പഠിച്ചറിഞ്ഞുകൊണ്ട് മുസ്ലിം ചെറിയ ജീവിതത്തിൽ ബാധ്യമാക്കി മാറുമായി ജീവിക്കുവാനും അത് മറ്റുള്ള ഒളിപ്പിച്ചു കൊടുക്കുവാനും അള്ളാഹുമാരുടെ അള്ളാഹു ഗഫൂറുൽ മുഅ്മിനീന والمؤمنات المسلمين والمسلمات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم انا نسالك من خير ما سالك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ به نبيك محمد صلى الله عليه وسلم انت المستعان ولك البلاغ ولا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.